ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകത ഉണ്ട്. നമ്മുടെ വിനുവിന്റെ കല്യാണം ഉറപ്പിക്കുന്ന പരിപാടിയാണ്. ഞായറാഴ്ച വിരുന്നാണ്. അപ്പൊ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടില്ല. അപ്പൊ ഒഫീഷ്യലി ഉറപ്പിക്കുന്ന ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ് വിരുന്ന്. അപ്പോൾ പെൺ വീട്ടിൽ നിന്ന് ഞായറാഴ്ച ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ആ വീഡിയോ ആണിത്. ഏകദേശം ഒരു 1:40 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവരും കിടന്നു കഴിഞ്ഞു. ഒരു 2 മണിയോട് കൊള്ളിച്ച് നിബിൻ ചേട്ടൻ്റെ അനിയൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടപ്പള്ളിയിലേക്ക് പോവാണ്. ബൈ ദ വേ, വിനു എന്ന് പറയുന്നത് എൻ്റെ ബ്രദറായിട്ട് വരും, എൻ്റെ ചേട്ടനാണ്. നമ്മുടെ വീട് മേലത്തെ ഭാഗം പണിത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നാളെ രാവിലെ അച്ഛൻ വന്നിട്ട് വെഞ്ചിരിക്കും. ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി കഴിയാനുണ്ട്. പ്ലംബിങ്ങിൻ്റെ വർക്കും കൂടി ഉണ്ട് ലാസ്റ്റ്. പക്ഷെ നമ്മൾ നാളെ വെഞ്ചിരിപ്പിക്കാനാണ്. കാരണം പിറ്റേ ദിവസം നമുക്കിങ്ങനെ വിരുന്നായതുകൊണ്ട് കസിൻസൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ കിടക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും താഴത്ത് ചെറിയ സൗകര്യം കുറവാണ്. അപ്പോൾ അതൊക്കെ കരുതിയിട്ടാണ് നമ്മൾ നാളെ പണി തീർന്നിട്ടില്ലെങ്കിലും വിരുന്ന് കാരണം നമ്മൾ വെഞ്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പോയി ഗോച്ചനെ കൂട്ടിയിട്ട് വരാം. ഗോഡ്സനാണ് ഗൈസ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ വരച്ചത് ആദ്യമായിട്ട്. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, പക്ഷേ അവൻ്റെ ഒരു കരവിരുതിൽ ആണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ വരണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പു കണ്ടത് ബാക്കി അപ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. സോ ഗോഡ്സനോട് ഞങ്ങൾ വീടിൻ്റെ പണി അങ്ങനെ കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാൻ വന്നു കഴിയുമ്പോൾ. വന്ന വഴിയല്ല നാളെ കാണുന്നത് അല്ലേ? റോഡ് പണി നടക്കണ കാരണം അന്ന് കറക്റ്റ് ഡീവിയേഷൻ ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടില് ഞാൻ ഫാനിട്ടാ കിടക്കാറ്, ഇവിടെ എനിക്ക് തണുക്കുന്നു. ഞാൻ സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ട് പറയല്ല നല്ല ഓർക്കുന്നല്ലേ? അതെ പറഞ്ഞു ഐസിൽ ജീവിത പോലില്ലേ. അപ്പം ഏകദേശം വീടൊക്കെ കണ്ട് അവന് ഇഷ്ടപ്പെട്ടു. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മുടെ ബ്ലെസ്സിങ്. രാവിലെ അച്ഛൻ വരും. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അത് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. നാളെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിനുവിൻ്റെ വിരുന്നാണ്. അപ്പോൾ നാളെയാണ് നമ്മൾ എല്ലാം കൂടിയിട്ട് ആഘോഷിക്കുന്നത്. കുറച്ച് പണിയും കൂടെ വീടിൻ്റെ ബാക്കിയുണ്ട്. പ്ലംബിങ് പരിപാടികളൊന്നും തീർന്നിട്ടില്ല. പക്ഷേ ആളുകളൊക്കെ വരുന്ന കാരണം നമുക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടും നമ്മൾ ഇന്ന് വെഞ്ചിരിപ്പ് വെച്ചതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീടും സ്ഥലം എൻ്റെ പേരിലാവണേ. നല്ല ഭംഗിയില്ലടാ മാലക. ഞാനത് അവരെ മെൻഷൻ ചെയ്ത് അവര് തിളച്ച് മുന്നിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന തിളക്കൂലേ. ഇളക്കല്ലേ? ആ. ഇളക്കല്ലേ? ഇളക്കി. ഇളക്കല്ലേ? 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 ഇളക്കല്ലേ?
നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി പോയി. ഗൈസ് ഞാൻ തുടച്ചെടുക്കണ പോലെ ഇവരിത് ചാടി കയറി എടുത്തു. പിന്നെ തുടക്കാം പഞ്ഞി. അല്ല തുടച്ച് ഞാൻ തുടച്ചോളാം. പഞ്ഞി പാലായിട്ട് പഞ്ഞി. എന്റെ പൊന്നെ ഞാൻ പശുവാ പാലേ മറ്റേ ഇത് പാലായിട്ട് ആദ്യം കൊടുക്കട്ടാ.